നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മ എവിടെ? സ്വീറ്റ്സ് വാങ്ങാൻ പറഞ്ഞിരുന്നു. അത് എന്റെ കയ്യിൽ തന്നാ മതി. അല്ല, മധുരം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. കുറച്ച് ബലൂണും ഡെക്കറേഷനും ഒക്കെ വാങ്ങായിരുന്നില്ലേ? കെട്ടിലമ്മയുടെ സ്വീകരണത്തിനെ മിനിമം താലപ്പൊലിയും ചെണ്ടമേളവും ഒക്കെ വേണ്ടേ? എന്താ ഏത് കെട്ടിലമ്മ? എന്ത് സ്വീകരണം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാവാത്തതാടാ നിന്റെ പ്രശ്നം. എല്ലാ കാലത്തും നിന്നെ ഇങ്ങനെ കളിപ്പിക്കലാ ഇവിടെയുള്ളവരുടെ പരിപാടി. അത് നിനക്കിതുവരെ മനസ്സിലായില്ലല്ലോ. ഛേ, കഷ്ടം തന്നെ. ഇനിയെങ്കിലും നിന്റെ ഈ സ്വഭാവം നിർത്താറായില്ലേ? മോളെ കെട്ടിക്കാറായി, എന്നിട്ട് നിന്ന് തുള്ളുന്നു. പഴയ ഗീതമേ അല്ലിത്, ഓർത്തോ? ഓ, അത് ശരി. ഗീതമേച്ചിക്കും കൊമ്പ് മുളച്ചോ? അത് കൊള്ളാലോ. മോളുടെ കല്യാണം ചുളുവിൽ ഒപ്പിച്ചെടുത്തതിന്റെ അഹങ്കാരമായിരിക്കും. സ്വർണവും ചോദിച്ച കാറും ഒക്കെ കിട്ടിയല്ലോ. അതെ, അതൊക്കെ ചേച്ചിയോട് കാണിച്ചാ മതി, എന്നോട് വേണ്ട. ദർശന ഗർഭിണിയാണ് പോലും. എടാ, അവൾ എങ്ങനെ ഗർഭിണിയാവാനാ? അവൾ ഒരിക്കലും അമ്മയാവാൻ പോകുന്നില്ല. അതെ, അവള് ചികിത്സിപ്പിച്ച ഡോക്ടറാ പറഞ്ഞത്. അതിന്റെ മെഡിക്കൽ റിപ്പോർട്ട് പോലും പവിയേട്ടന്റെ കയ്യിലുണ്ട്. അതെനിക്കറിയാം. നീ നിന്റെ കെട്ടിയോനും കൂടി വിലക്കെടുത്ത ഡോക്ടറല്ലേ ദർശന ഗർഭിണിയാവില്ല എന്ന് പറഞ്ഞത്? അവൾ അതെല്ലാം ദർശനോട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞു. ദർശനയ്ക്ക് ഒരു കുഴപ്പമില്ലെന്ന്. 10ാം ഉത്സവവും കഴിഞ്ഞ് കമ്പവും കഴിഞ്ഞു. ഇനി നീ നിന്റെ കെട്ടിയോനും കളിയാട്ടവും കളിച്ചോണ്ട് വന്നാലുണ്ടല്ലോ. പിന്നെ ദേ നിൽക്കുന്ന നിങ്ങളുടെ മോക്കേ എവിടുന്ന് ചെക്കനെ കിട്ടാനാ? മറ്റുള്ളവരെ ഉപദേശിക്കാൻ വന്നാലുണ്ടല്ലോ, ആർക്കും വേണ്ടാത്തൊരു ചെറുക്കനെ കൈ കിട്ടിയതിന്റെ അഹങ്കാരം എന്നോട് വേണ്ട. അവൻ എന്റെ മോളുടെ പുറകെ വന്നതാ. പക്ഷേ ഞങ്ങള് വേണ്ടാന്ന് പറഞ്ഞപ്പോ മാനവും മര്യാദയും അനുസരണയൊക്കെയുള്ള എന്റെ മോള് അത് കേട്ടു. കേൾക്ക മാത്രമല്ല, അനുസരിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവളുടെ ജീവിതം രക്ഷപ്പെട്ടു. നിങ്ങൾ കൊണ്ടുപോയ കൊമ്പത്തിരുത്തിക്കോ. മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുതെന്ന് പണ്ടുള്ളവര് പറയും. നിന്റെ മോക്കെന്താ ദൈവം കാത്തുവെച്ചിരിക്കുന്നെന്ന് കാലം കാണിച്ചു തരും. ഇവിടെ ഒരു മംഗളകർമ്മം നടക്കാൻ പോവാ. ദയവ് ചെയ്ത് നിന്റെ വായ കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്ക്. ദർശന, വണ്ടി ഒന്ന് നിർത്ത്. എന്താ ശ്രേയ? ഇല്ല, ദർശന ഇനി എത്ര നിർബന്ധിച്ചാലും ഈ ഗേറ്റ് കടന്ന് ഞാൻ വരില്ല. എന്നെ ഇവിടെ വിട്ടാ മതി. ദർശന അകത്ത് കയറിയിട്ട് എന്താ അവിടുത്തെ സിറ്റുവേഷൻ എന്ന് എന്നെ വിളിച്ചു പറഞ്ഞാ മതി. അവരാരും എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. പ്രത്യേകിച്ച് എന്റെ അച്ഛൻ. എന്നെ മരിക്കാൻ സമ്മതിക്കാതെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് എന്തിനാ? എന്റെ അച്ഛനെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇങ്ങനെ ഒരു തെറ്റ് എന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു എന്നറിഞ്ഞ ആ നിമിഷം എന്നെ കൊന്നുകളയും. അമ്മയൊട്ടും പിന്നോട്ടല്ല. ഞാൻ എന്തായാലും അകത്തോട്ടില്ല. ദർശന പോയാ മതി. അവിടെ പോയിട്ട് എന്താ സിറ്റുവേഷൻ എന്ന് അറിഞ്ഞിട്ട് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞാ മതി. ഞാൻ ഈ പരിസരത്തൊക്കെ തന്നെ കാണും. ദർശന പേടിക്കണ്ട, ഞാൻ ആത്മഹത്യയൊന്നും ചെയ്യില്ല. നിഖിലിനെ ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിഖിലിനോട്
ഞാൻ വളരെ മോശമായിട്ടാ പെരുമാറിയത്. എന്നെ അംഗീകരിക്കാൻ ഇനിയും നിഖിൽ തയ്യാറാണെങ്കിൽ പിന്നെ എനിക്കെന്താ പ്രശ്നം? ദർശന ആദ്യം അകത്തേക്ക് ചെല്ല്. എന്നിട്ട് അവരെന്താ പറയുന്നതെന്ന് നോക്ക്. എന്നിട്ട് എന്റെ ഫോണിൽ വിളിച്ചാ മതി. കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ വരാം. അതൊന്നും പറ്റില്ല. ഞാൻ അകത്തേക്ക് കയറുമെങ്കിൽ അത് നിന്നോടൊപ്പം മാത്രമായിരിക്കും. ഇത്രയും നേരം നമ്മൾ അങ്ങനെയല്ലേ സംസാരിച്ചത്? ശ്രേയ, എന്നെ വിശ്വസിക്ക്. ഇലയ്ക്കും മുള്ളിനും ദോഷം വരാത്ത നിലയിൽ ഞാനൊരു കോംപ്രമൈസ് ഉണ്ടാക്കി തരാം. നിന്നെ ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവാൻ എനിക്ക് പറ്റില്ല. ദേ, മര്യാദയ്ക്ക് വന്ന സ്കൂട്ടറിൽ കയറ്. നീ ആരോടും ഒരു മറുപടിയും പറയണ്ട. എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഏറ്റെടുത്തോളാം. നിന്റെ മുൻപിൽ അവനെ നിർത്തിക്കൊണ്ട് ഞാൻ എല്ലാവരോടും സംസാരിച്ചോളാം. നീ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. എനിക്ക് അമ്മയെ മാത്രമല്ല ആരുടെയും മുഖത്ത് നോക്കാൻ, ഈ മരുവത്തൂരിന്റെ പാടി ചവിട്ടാൻ പോലും എനിക്കിനി യോഗ്യതയില്ല. നിനക്കറിയാലോ, എന്നെ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി രൂപേഷേട്ടൻ ഇറക്കി വിട്ടതാ. ഞാനും പുറത്തേക്ക് പോവാനുള്ള ആളാ. പക്ഷേ നീ അങ്ങനെയല്ല. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എല്ലാവരെയും വിളിച്ചു കൂട്ടി സദ്യ കൊടുത്തിട്ടില്ലെങ്കിലും കൃഷ്ണന്റെ മുന്നിൽ വെച്ച് മാലയിട്ട് ഭാര്യ ഭർത്താക്കന്മാരായവരാ നിങ്ങൾ. നീ ഗർഭം ധരിച്ചത് നിന്റെ ഭർത്താവിൽ നിന്നാ. പിന്നെ എന്തിനാ നീ പേടിക്കുന്നേ? നീ നിഖിലിനെ തള്ളി പറഞ്ഞിട്ടേ ഉള്ളൂ. നിഖിൽ ഒരിക്കലും നിന്നെ തള്ളി പറഞ്ഞിട്ടില്ല. ഇപ്പോഴും വീണയെ കല്യാണം കഴിച്ച് ജീവിക്കാനല്ല. നിന്നെ കിട്ടിയില്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവാനാ നിഖിലിന്റെ തീരുമാനം. നിന്റെ ഒരു യെസ് ഉത്തരം മാത്രം മതി നിഖിലിന്. അവൻ എന്തിനും റെഡിയാണ്. നീയുമായിട്ട് ജീവിക്കാനോ നാട് വിടാനോ ഒക്കെ എല്ലാം ഒരുക്കി കാത്തിരിക്കവൻ. ഞാനിപ്പോ പറയുന്നത് അതൊന്നും വേണ്ടി വരില്ല. എല്ലാവരെയും പറഞ്ഞ് സമ്മതിപ്പിച്ച് ഈ പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ നിഖിലും ശ്രേയയും തമ്മിലുള്ള വിവാഹം ഞാൻ നടത്തി തരും. നീ ആരോടും ഒന്നും സംസാരിക്കണ്ട. ആരോടും വഴക്കുവിടണ്ട. ഞാൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കും. നീ ഒന്ന് വന്നീ സ്കൂട്ടറിൽ കയറ്.